കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു കാര്യം അത് പറയണോ വേണ്ടയോ എന്ന് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം. ദൈവം അത്രമാത്രം വലിയ ഒരു ദൗത്യത്തിലേക്ക് വിളിച്ച ഒരു മനുഷ്യനാണ് അബ്രാഹാം. അബ്രാഹത്തിനെ ദൈവം വിളിച്ചു. വിളി കേട്ട അബ്രാഹാം മാതാപിതാക്കന്മാരെയും അതുപോലെ സഹോദരങ്ങളെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും അതിനുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചതാണ്. ഇറങ്ങിത്തിരിച്ച ഈ അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്ത് താമസിക്കുന്ന സോദോം ഗൊമോറ അത് നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുകയാണ്. ആ നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് അബ്രാഹത്തിനോട് അത് പറഞ്ഞാലോ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് ഞാൻ മറച്ചു വയ്ക്കണമോ? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാനും വേണ്ടി ദൈവം അബ്രാഹത്തിനോട് പറയുകയാണ്. എന്തുമാത്രം ഹൃദയത്തിൻ്റെ ഒരു അടുപ്പുണ്ടെന്ന് നോക്കി ദൈവത്തിന് അബ്രാഹത്തിനോട്. അതിലേറ്റവും മനോഹരമായത് അബ്രാഹം ആ ജനത്തിന് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുകയാണ്. എത്ര വിനയത്തോടു കൂടിയാണ് പറയുന്നത്. അബ്രാഹാം കർത്താവിൻ്റെ മുമ്പിൽ നിന്നു. അബ്രാഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെ അങ്ങ് നശിപ്പിക്കുമോ? 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല എന്ന് ദൈവം പറഞ്ഞു. പിന്നെ കുറയ്ക്കുകയാണ്, 45, 40, 30, 20, 10. ഇവിടെ നാം ഒരു കാര്യം തിരിച്ചറിയുക, ദൈവം അബ്രാഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്നില്ല. അബ്രാഹാം ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. ഇത് ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയിപ്പുകൾ തരും. നമുക്കതിൽ നിന്നും മാറി നിൽക്കുവാൻ മാധ്യസ്ഥം അത് നമ്മെ സഹായിക്കും. നമ്മൾ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ വലിയ കാലവർഷത്തിൻ്റെ കെടുതികളൊക്കെ ആരംഭിച്ചു തുടങ്ങി. ശക്തമായ മഴയാണ്, പല സ്ഥലങ്ങളും ബുദ്ധിമുട്ടാണ്. എടപ്പള്ളി, എറണാകുളം ഭാഗത്തൊക്കെ മഴയുടെ ഒരുപാട് ബുദ്ധിമുട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് മാധ്യസ്ഥ അപേക്ഷിക്കണം. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ഈ കാലവർഷത്തിൽ അതിൻ്റെ കെടുതികളൊന്നും പെടാതിരിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥ അപേക്ഷിക്കാൻ വലിയ കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ അബ്രാഹാം ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥ അപേക്ഷിച്ചതുപോലെ നമുക്ക് ഈ ജനത്തിന് വേണ്ടി, ഈ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ മാധ്യസ്ഥം അപേക്ഷിക്കാൻ ഇടവരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് അസ്വസ്ഥതകളിലൂടെ ഈ ജനം കടന്നു പോവുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ കയറി ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ദൈവമേ, നീ ഒന്ന് കരുണയോടുകൂടി ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ സ്ഥലങ്ങളെല്ലാം ഈശോയെ അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ഈശോയെ, ഒരു മനുഷ്യനും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കടന്നുപോയി അവരുടെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ഞങ്ങളിതാ കർത്താവ് സമർപ്പിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ സഹായം കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല. അതുകൊണ്ട് കർത്താവിനോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം കർത്താവെ, ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കരം നീട്ടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാം തമ്പുരാനേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. പരിശുദ്ധനാം തമ്പുരാനേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. ഇല്ലായ്മ വല്ല
പരിശുദ്ധനാം തമ്പുരാനേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.